പിന്നിൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത് സോണാർ സിഗ്നൽ പ്രകാരം നാവികസേന നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അവരുടെ ടീം നടത്തിയ പരിശോധനയിലാണോ ഇപ്പോൾ ലഭിക്കുന്ന ഈ ഭാഗങ്ങൾ ഉള്ളത്? എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അനുബന്ധമായി നമുക്ക് ചേർക്കാൻ തക്ക രീതിയിലുണ്ടോ? പ്രതീക്ഷ കൂടുതൽ ലോഹഭാഗങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് നമ്പർ 2-ൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ പോയിന്റ് നമ്പർ 2-നും പോയിന്റ് നമ്പർ 1-നും ഇടയിൽ ഈ ട്രക്ക് ഉണ്ടാകുമെന്ന സംശയം നാവികസേനയ്ക്കുള്ളത്. നേരത്തെ ഇവിടെ ഈ പോയിന്റ് നമ്പർ 1-ൽ നിന്നാണ് ജാക്ക് ലഭിച്ചത്. അത് ഇന്നലെയാണ് ആ ജാക്ക് കിട്ടുന്നത്. അത് നേരത്തെ തന്നെ ഈ 2 ദിവസം മുൻപ് തന്നെ ഇവിടെ ഒരു സോണാർ പരിശോധന നടത്തി ഇതിന്റെ ഒരു കൃത്യമായ ചിത്രങ്ങളൊക്കെ നാവികസേന ശേഖരിക്കുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി അവിടെ തെരച്ചിൽ നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപെടുത്ത സോണാർ ചിത്രം അതേപടി വീണ്ടും ലഭിക്കണമെന്നില്ല. കാരണം അവിടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്, മണ്ണ് കൂടുതലായി കുത്തിയൊലിച്ചു വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വീണ്ടും പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരം തന്നെ ഈ പോയിന്റ് നമ്പർ 1-നും പോയിന്റ് നമ്പർ 2-നും ഇടയിലാണ് ഈ ട്രക്ക് ഉള്ളതായി ഇപ്പോൾ സംശയിക്കുന്നത്. പോയിന്റ് നമ്പർ 2-ൽ നിന്ന് കൂടുതൽ ലോഹഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തെരച്ചിലിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതായി പറയുന്നത് അവിടെ പോയിന്റ് നമ്പർ 2-ലാണ് ഒരു വലിയ മരം കൂട്ടി വന്ന് അടിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അവിടെ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞിരുന്നു. പക്ഷേ അതിനു മുകളിലേക്ക് വലിയ അളവിൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സോണാർ പരിശോധനയിൽ വ്യക്തമാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ പുഴയിൽ വലിയ ഒഴുക്കായിരുന്നു. ഇപ്പോൾ ഒഴുക്ക് കുറഞ്ഞുവെങ്കിലും നേരത്തെ ഉണ്ടായ ഒഴുക്കിൽ കൂടുതൽ മണ്ണ് ആ ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു മരം തന്നെയാണ് ഈ പോയിന്റ് നമ്പർ 2-ൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടയിൽ നിന്നാണ് ഈ കൂടുതൽ ലോഹഭാഗങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ലോഹഭാഗങ്ങൾ കൂടുതൽ തിരയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അർജുന്റെ ട്രക്കിന്റെ തന്നെയാണോ എന്നത് ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ നാവികസേന തയ്യാറായിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശരി ബിനിൽ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് സേനയിൽ നിന്നുള്ളതാണ്, നാവികസേനയിൽ നിന്നുള്ള സ്ഥിരീകരണങ്ങളാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്.